Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഇപ്പൊ റിലാക്സ് ചെയ്ത് ആ ഒരു പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ പ്ലെയിൻ ഓടിക്കാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ഇപ്പൊ ബ്ലൂമാനോട് ചോദിക്കും. അതിന് ബ്ലൂമാൻ പറയും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ ചെയ്തത് ശരിക്കും നല്ല കാര്യമാണെന്ന് പറയും. അത് കേട്ട് അവൾക്കും ഒരുപാട് സന്തോഷം. അവളാണെങ്കിൽ റേഡിയോ ഉപയോഗിച്ച് അവളുടെ ആ ഒരു ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഫ്രണ്ടാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യും. എന്തുപറ്റി? പ്രിൻസസ് ആണെങ്കിൽ ഫ്രണ്ടിനോട് പറയും, ഇത് ഞാനാണ് പ്രിൻസസ്, എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അത് മോൺസ്റ്റർ ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കേട്ട് ആ ഫ്രണ്ട് ഷോക്ക് ആവുകയാണ്. ഓ നോ, മോൺസ്റ്റർ ആയിട്ടുള്ള ഏറ്റുമുട്ടലോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവള് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ സാഹസികമായി ആ രണ്ടാമത്തെ ഡ്രാഗൺ ബോൾ സ്വന്തമാക്കി. ഇപ്പൊ ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഡ്രാഗൺ ബോൾ സ്വന്തമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ ഈ കാര്യം എത്രയും വേഗം നീ എന്റെ പപ്പ കിൻ കടായിയെ അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹം ആക്ഷനിലില്ലേ ചോദിക്കും. അതിനവൻ പറയും, ഇല്ല, അദ്ദേഹം അത്യാവശ്യമായിട്ട് ഒരു വലിയ പ്ലെയിൻ അത് മോഷ്ടിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറയും. അത് കേട്ട് നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മും. ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്ത കാര്യം അത് അച്ഛനെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവൾ കോൾ ഡിസ്കണക്ട് ചെയ്യും. അത് കേൾക്കുമ്പോൾ ആ ഫ്രണ്ടിനാണെങ്കിൽ ഒത്തിരി സന്തോഷം. വെജീറ്റ ആണെങ്കിൽ വണ്ടർ അടിച്ച് അവളോട് ചോദിക്കും, ഒരു കിങ് ഇത്തരത്തിൽ പ്ലെയിനൊക്കെ മോഷ്ടിക്കോ? അതിനോട് പറയും, ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നോർമൽ സൈസാണ്, ഞങ്ങൾക്കിപ്പോൾ വലിയൊരു പ്ലെയിൻ അത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ അപ്രകാരം ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കിങ് കോമയെ കാണിക്കും. കോമയാണെങ്കിൽ സോൾജിയേഴ്സും ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട സോൾജിയേഴ്സും അവരൊക്കെ എത്തിയോന്ന് സ്പൈക്കിനോട് ചോദിക്കും. അതിന് സ്പൈക്കൻ പറയും, എല്ലാവരും എത്തിക്കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട സോൾജിയേഴ്സ് അവരവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയും. കോമയാണെങ്കിൽ അവിടേക്ക് നോക്കും. 2-3 സോൾജിയേഴ്സ് അവരാണെങ്കിൽ ചിപ്സും ബിസ്ക്കറ്റൊക്കെ തിന്ന് ഹായ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സ്പൈക്കിനാണെങ്കിൽ അവരെ നോക്കി കണ്ണുരുട്ടും. ഉടനെ അവരാണെങ്കിൽ ഇപ്പൊ കോമയെ കാണുകയാണ്. കോമയാണെങ്കിൽ ഫുൾ കലിപ്പിൽ നിൽക്കുന്ന കണ്ട ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് വമ്പം പോസൊക്കെ കൊടുത്ത് അവരുടെ ഒരു ഇൻട്രോ തന്നെ കൊടുക്കുകയാണ്. അത് കണ്ട് കോമയാണെങ്കിൽ വണ്ടർ അടിച്ച് അവരെ നോക്കും. ആയിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ 5 പേരും മാസമായിട്ട് അങ്ങനെ എൻട്രി കൊടുക്കുകയാണ്. അതിനുശേഷം അവരുടെ കയ്യിലുള്ള ഗണ്ണും വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ലൈറ്റ്സ് എല്ലാം പൊട്ടിച്ച് കളയാണ്. ഗോമയാണെങ്കിൽ അല്പനേരം അത് നോക്കി നിൽക്കും. വാവ്, നന്നായിട്ടുണ്ട്. സോൾജിയേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും. അതിന് സ്പൈക്കൻ പറയും, ഇപ്പൊ നമ്മളെ ആക്രമിക്കാനായിട്ട് കുറച്ച് ശത്രുക്കൾ പുറം ലോകത്ത് നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ആ വാർപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു, അതുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് വളരെയധികം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ അവരിവിടേക്ക് വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനാണ് നിങ്ങളെല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേട്ട സോൾജിയർ ചോദിക്കും, നമ്മുടെ ശത്രുക്കൾ അവരാരാണ്? അവരെങ്ങനെയുള്ളവരാണ്? എവിടെ നിന്നുള്ളവരാണ്? അതിന് കോമോ പറയും, അവര് ഒരു പുറം ലോകമായിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ ഡീമൺ വേൾഡിലുള്ള കുറച്ച് ആൾക്കാരാണ്. സോ അതിൽ ചില കുട്ടികളും ഉണ്ട്. നിങ്ങളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവരുമായിട്ട് പോരാടാൻ. സോൾജിയേഴ്സ് ആണെങ്കിൽ ഞെട്ടും, ഇവരെല്ലാം കുട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണോ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? കോമയാണെങ്കിൽ അവരോട് പറയും, അവർ വെറും കുട്ടികളല്ല, കുട്ടികളുടെ രൂപത്തിലുള്ള മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വേണം ഫൈറ്റ് ചെയ്യാൻ. അതിനാൽ സോൾജിയേഴ്സ് പറയും, നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയും. സ്പൈക്കനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ അവരെ വില കുറച്ച് കാണരുത്, ഓൾറെഡി മാജിക് ബൂനെ അടക്കം ഒരുപാട് വലിയ വലിയ ആളുകളെ കൊന്നവരാണവർ. വില്ലന്മാരാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്ന കണ്ട് കോമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവരെ തടയണം, അതല്ല എങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ കാണും. മാത്രമല്ല, നിങ്ങൾ പോസ് ഇൻട്രോ ഒക്കെ കൊടുത്ത് തകർത്തിട്ട ഈ ലൈറ്റ്സും ബിൽഡിങ്ങും ഒക്കെ തന്നെ നിങ്ങൾ തന്നെ റെഡിയാക്കി തരണം, അതിന്റെ പൈസയും ഞാൻ നിങ്ങൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു പോവാണ്. അത് കേട്ട സോൾജിയേഴ്സ് ഞെട്ടും. കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വാർപ്പിന് മുൻപിലേക്ക് വരും. വാർപ്പിനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അതുകൊണ്ട് ബ്ലൂമാൻ ആണെങ്കിൽ എല്ലാവരോടും പറയും, ഈ വാർപ്പിന് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്, അതിന് യാതൊരു അനക്കവും ഇല്ല, അത് എനേബിൾ ആവുന്നില്ല. ആ ഓൾഡ് നമക്കിയനാണെങ്കിൽ വാർപ്പിനെ ചെക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നത് ആ കോമ വാർപ്പ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ഗോക്കു ആണെങ്കിൽ ഡോർ തുറന്ന് അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിനെ തട്ടി നോക്കും. അതെ, ഇതിന് അനക്കമില്ല, ഇതാരോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെജീറ്റ ആണെങ്കിൽ ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് പോവാൻ മറ്റൊരു വഴിയില്ലേ ചോദിക്കും. അതിനവര് പറയും, ഇല്ല, ഇതാണ് ഏക വഴി, മറ്റൊരു വഴിയുണ്ട്, അത് ടണലാണ്, പക്ഷെ ഓൾറെഡി ആ ടണൽ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണെന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് ആ ടണലിലേക്ക് നീട്ടും. പ്രിൻസസ് ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ? അതിന് ഗോക്കു പറയും, ഇവിടെ നിന്ന് ആ ടണൽ ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല, സോ ആ ടണലിലേക്ക് പോയി അത് ശരിക്കും ബ്ലോക്ക് ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അത് കേട്ട് പ്രിൻസസ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്ത് മണ്ടത്തരേ ചെയ്യണേ, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീ ഭസ്മമാവും. ഗോകുവിന്റെ ആ ഒരു സ്റ്റിക്ക് അതിൽ തട്ടേണ്ട താമസം, അതിലൂടെ വലിയ തോതിൽ കറണ്ട് അടിച്ച് ഗോകുവിന്റെ ഫ്യൂസ് പോയി അവൻ താഴേക്ക് വീഴുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഗോകു എന്ന് ഉച്ചത്തിൽ വിളിക്കും. ഉടനെ എൽഡർ നമക്കിയനാണെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞ് ഇപ്പൊ ആ ഡോറിന്റെ ഭാഗത്ത് വന്ന് താഴേക്ക് നോക്കും. കൊണ്ട് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ നമക്കിയനാണെങ്കിൽ പതിയെ ഫ്ലൈ ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. അതിനുശേഷം ഒരു സ്പെഷ്യൽ നമക്കിയൻ മന്ത്രം അതുപയോഗിച്ച് ആ ടണലിലേക്ക്
ആ ശക്തി അങ്ങനെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ശക്തി ടണലിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ അവിടെ വലിയൊരു പവർ തന്നെ ക്രിയേറ്റ് ആവുകയാണ്. ആ ഒരു ബ്ലോക്ക് അത് പതിയെ പതിയെ റിമൂവ് ആവാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. പ്രിൻസസും നമ്മുടെ ആൾക്കാരെല്ലാവരും അത്ഭുതപ്പെടും. വർഷങ്ങളായിട്ട് ലോക്കായിരുന്ന ആ ഒരു പാത അതിപ്പോ തുറന്നു വരികയാണ്. അതും ഈ ഒരു എൽഡർ നമുക്കിന്റെ സഹായത്താൽ അവർക്കതിന് സാധിച്ചു. വാർപ്പ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് കരുതി നിസ്സഹായരായി നിരാശരായിട്ടിരുന്നവരായിരുന്നു അവരെല്ലാവരും. പക്ഷെ ഇപ്പോ പുതിയൊരു വഴി തന്നെ അദ്ദേഹം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാരിയർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ആവുമ്പോൾ നമ്മുടെ ഗോകുവിന് പതിയെ ബോധം വരും. അവൻ താഴേക്ക് നോക്കും. വലിയൊരു പവറും ശക്തിയും വെളിച്ചമൊക്കെ അങ്ങനെ ഉയരുകയാണ്. അതുകൊണ്ട് ഭയപ്പെട്ട് ഗോകു അവൻ മുകളിലേക്ക് വരും. കുമാരാണെങ്കിൽ അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്നെ കൊണ്ട് ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബ്ലോക്ക് അത് ഓപ്പൺ ആവുമെന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. വാർപ്പില്ലാതെ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് നമ്മൾ കൊണ്ട് പോകാനായിട്ട് കഴിയും. അത് കേട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ആ ഒരു അപ്പാപ്പനെ കുറിച്ച് ഓർത്ത് അവർക്ക് അഭിമാനവും തോന്നും. ുവാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് വരും. ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവൻ പറയും, ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലായിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ. ആ ഒരു അപ്പാപ്പൻ നമുക്കേനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. പോക്കുവാണെങ്കിൽ അദ്ദേഹത്തോട് പറയും, യു ആർ അൺബിലീവബിൾ. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വലിയ പവർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, സത്യം പറയും, വർഷങ്ങൾക്ക് മുൻപ് ഈ ബാരിയർ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളല്ലേ? അതിന് അദ്ദേഹം പറയോ, അതെ. ഫസ്റ്റ് ഡീമൺ വേൾഡിൽ നിന്നും ഒരുപാട് മോശമായിട്ടുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ഡീമൺ വേൾഡിലേക്കും തേർഡ് ഡീമൺ വേൾഡിലേക്കും കടന്നു വരുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വാർപ്പ് ഓരോ ഡീമൺ വേൾഡിലും കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് പോകാനുള്ള ആക്സസ് ഞങ്ങൾ സീൽ ചെയ്തത്. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും അണ്ടറടിക്കും. പിക്കലോ ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ശരിക്കും ഒരു സാധാരണ നമുക്കേന് ചെയ്യാൻ കഴിയാത്ത പലതും നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു ലെജൻഡറി നമുക്കേൻ തന്നെയാണ്. അത് കേട്ട് അപ്പാവൻ നമുക്കേൻ ചിരിക്കും. തോക്കു ആണെങ്കിൽ കൈ ഉയർത്തി പറയും, ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ഡീമൺ വേൾഡ് നമ്പർ 1 നമുക്ക് പോകണം. അത് കേട്ട് ബാക്കിയുള്ളവരും കൈ ഉയർത്തി ഇപ്പോ ഫ്ലൈറ്റിൽ കയറി അവിടേക്ക് അങ്ങനെ കുതിക്കുകയാണ്. കട്ട് ചെയ്ത ആ സ്പൈക്കൻ അവനാണെങ്കിൽ എന്തോ ഒന്ന് മനസ്സിലാക്കി ഇപ്പോ കോമയുടെ അടുത്തേക്ക് വരും. സാർ, നിങ്ങൾ ആ ഒരു വലിയ ശക്തമായ കാറ്റ് അത് ശ്രദ്ധിച്ചോ? എന്തോ ഒന്ന് അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ കോമയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. മറ്റൊരു ഭാഗത്ത് സോൾജേഴ്സ് അവരാണെങ്കിൽ വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെയുള്ള സ്നാക്സ് സെക്ഷനിലെത്തി ഒരുപാട് സ്നാക്സ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് മാജിക് 2ഉം മാജിക് 2ഉം അവർ രണ്ട് ടീമും ഇപ്പൊ പരസ്പരം 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അതിനുശേഷം സോൾജേഴ്സ് ആണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ്സ് അങ്ങനെ വാരി എടുക്കുകയാണ്. പിന്നീട് ബില്ല് ചെയ്യാനായിട്ട് ബില്ലിംഗ് സെന്ററിലേക്ക് എത്തും. 10,000 രൂപ അതായിരിക്കും ബില്ല്. അത് കേട്ട് അതിലൊരു സോൾജിയർ ആണെങ്കിൽ വാലറ്റ് ഓപ്പൺ ചെയ്യും. ഏതാനും കുറച്ച് കോയിൻസ് മാത്രമാണ് അതിലുള്ളത്. ഉടനെ അവനാണെങ്കിൽ അത് ക്യാപ്റ്റന് കാണിച്ചു കൊടുക്കും. വേറെ വഴിയില്ലാതെ 2 ചോക്ലേറ്റ് മേടിച്ച് ബോസിന് ടാറ്റാ ബൈബൈ ഒക്കെ കൊടുത്ത് അവരങ്ങനെ കടന്നു പോകും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ആ മാജിക് ബോനെയും ടൂവിനെയും കാണിക്കും. അവർ രണ്ടുപേര് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഹായ് ആയിട്ടിരിക്കുകയാണ്. ആ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ ഇപ്പോ എനിക്ക് നല്ല ഫോഴ്സിൽ എയർ അങ്ങനെ അടിക്കുന്നത് മനസ്സിലാക്കുകയാണ്. അവരത് തിരിച്ചറിയും. ആ ഒരു ബാരിയർ അതാരോ നീക്കം ചെയ്തു. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു പാത്രത്തോട് അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ബ്ലൂ മാനോട് പറയും, ഇത്രയും സ്പീഡിൽ പോയ ഉറപ്പായാലും ഈ ഒരു ഫ്ലൈറ്റ് അത് തകർന്നു പോകും. അതിന് ബ്ലൂ മാൻ പറയും, ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ഇത് ഫ്ലൈറ്റ് തകരുന്നതിന് മുൻപ് തന്നെ നമുക്ക് പുറത്തേക്ക് ചാടി ഫ്ലൈ ചെയ്ത് പോവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ മറ്റു വഴിയില്ല. ഉടനെ ബുൽമയാണെങ്കിൽ ടെൻഷനാവും. അസിസ്റ്റന്റ് മാൻ ആണെങ്കിൽ ബുൽമയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ ക്യാരി ചെയ്യാം. അതിന് വെജിറ്റ പറയും, അവളെ ക്യാരി ചെയ്യാൻ അവളുടെ ഹസ്ബൻഡായ ഞാനിവിടെ ഉണ്ട്, നീ ടെൻഷൻ ആവണ്ട. ഉടനെ ഡോറ് തുറന്ന് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ചാടും. ബുൽമയാണെങ്കിൽ അവനോട് പറയും, നീ മറക്കാതെ ആ ഡ്രാഗൺ ബോൾസ് അത് എടുത്തോണ്ട് വേണം പുറത്തേക്ക് വരാൻ. ടൂമാൻ ആണെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും, ഒരു ഡ്രാഗൺ ബോൾ അത് ഞാൻ ക്യാരി ചെയ്യാം. ഉടനെ അവർ രണ്ടുപേരും ഓരോ ഡ്രാഗൺ ബോൾ എടുത്ത് പുറത്തേക്ക് ചാടുകയാണ്. ബുൽമയാണെങ്കിൽ വെജിറ്റയോട് പറയും, എനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു. ബ്ലൂമാൻ ആണെങ്കിൽ സമാധാനിപ്പിക്കും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, താഴേക്ക് എത്തുമ്പോൾ അല്പം ചൂട് അത് കുറയും. അടുത്ത നിമിഷം ഇവിടെ സോൾജേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ വിമാനം അത് താഴെ വന്ന് തകർന്നു. അതാണെങ്കിൽ താഴേക്ക് വന്ന് തകർന്നു വീഴും. അവരാണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ ഒരു ഷീൽഡ് അത് ഓപ്പൺ ആയെന്നും അതിലൂടെ നമ്മുടെ ആൾക്കാർ വരുന്നതും അവർ ശ്രദ്ധിക്കും. ഇവിടെ കോമ വില്ലനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ താഴേക്ക് വരുന്നത് തിരിച്ചറിയും. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? നിന്നോട് ഞാൻ ആ വാർപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞതല്ലേ? അതിന് സ്പൈക്കം പറയും, ഞാൻ ആ വാർപ്പ് അത് അങ്ങനോട് പറഞ്ഞ ഓൺ സ്പോട്ട് തന്നെ ഞാൻ ക്ലോസ് ചെയ്തതാണ്. ഇതാ പാത്തിലെ ഷീൽഡ് അത് നീക്കം ചെയ്തതിന് ശേഷം ഇതിലൂടെയാണ് അവർ ഇവിടേക്ക് എത്തിയത്. ആ ഒരു ഷീൽഡ് എങ്ങനെ അവർക്ക് നീക്കാൻ കഴിഞ്ഞൊന്നും അറിയില്ല എന്ന് പറയും. കട്ട് ചെയ്ത സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പൊച്ചറം ഷൂട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.